ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്രയൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും ബീരാനിക്കയെ കയ്യോടെ പൊക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ സച്ചിയും രേവതിയും. എല്ലാവരുടെയും മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് രേവതി പറയുന്നത്, ഇയാൾ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല, ഫെബിന്റെ അമ്മാവനാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നു. രവിയേട്ടൻ ബീരാനോട് ചോദിച്ചു, കേട്ടതൊക്കെ സത്യമാണോ എന്ന്. അന്നേരം ബീരാൻ പറയുന്നത്, രേവതിയും സച്ചിയും പറയുന്നതെല്ലാം സത്യമാണ്, ഞാനൊന്നും നിഷേധിക്കുന്നില്ല എന്ന്. പേടിച്ചാണ് പറയുന്നത്, എപ്പോഴാണ് സച്ചിയുടെ ഇടി വീഴുന്നത് എന്നറിയില്ലല്ലോ, അത് കാരണം. ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലല്ലേ, ശ്രുതി മലേഷ്യയിൽ പഠിച്ചു വളർന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ബീരാൻ പറയുന്നത്, എനിക്കിതൊന്നും അറിയില്ല, എനിക്ക് അവളുടെ അച്ഛനെയും അറിയില്ല, ആരെയും അറിയില്ല എന്ന്. ഇത്രയൊക്കെ കേട്ടപ്പോഴേക്കും ചന്ദ്രമതി കലിതുള്ളി ശ്രുതിയുടെ അടുത്ത് നിന്ന് വന്ന് കുറേ തല്ലുന്നുണ്ട്. നീ പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുമോടി, നീ എന്തിനാ ഞങ്ങളോടൊക്കെ ഈ ചതി ചെയ്തത് എന്നൊക്കെ ചോദിച്ച് അടിച്ചു പുറത്താക്കുന്നുണ്ട്. അന്നേരം ശ്രുതി കരഞ്ഞുകൊണ്ട് സുധിയുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുന്നുമുണ്ട്. സുധി, എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടരുത് എന്നൊക്കെ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും സുധിയാണെങ്കിലോ ചന്ദ്രമതി പറഞ്ഞതിനപ്പുറം മിണ്ടില്ലല്ലോ. ചന്ദ്രമതി ആരെയും ഒന്നും നോക്കാതെ ശ്രുതിയെ വലിച്ചിഴച്ച് ഗേറ്റിനു വെളിയിലാക്കി മിണ്ടാതെ തിരിച്ചു വരുന്നുണ്ട്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭ്രാന്തിയെ പോലെ കരഞ്ഞ് പിച്ചും പേയും പറഞ്ഞ് നടന്നു പോകുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. എപ്പോഴായാലും കള്ളം വെളിച്ചത്ത് വരുമല്ലോ, ഇതാണ് ശ്രുതിക്ക് പറ്റിയ അമളി. ഇതാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.